Hey guys, welcome back to my YouTube channel. So ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോസും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നിട്ടൊന്നും വീഡിയോസ് ചെയ്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. സോ എൻ്റെ ക്യാമറ ആംഗിൾ എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഈ ഒരു കാര്യം അറിയാം. ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടോ ഇല്ലേ ഒന്നും എനിക്ക് അറിയൂല. സോ അപ്പം വയനാടിൻ്റെ ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് ഗിഫ്റ്റ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അവർക്കെന്തെങ്കിലും എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഞാൻ കൊടുക്കും. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഗിഫ്റ്റ്. ഇത് വെച്ചിട്ടാണ് താഴെ വരെ പോയിട്ടൊന്ന് എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല ബോയ്സ്. അപ്പൊ ഇത് എവിടെ തുറക്കുക, ക്ഷമിക്കണം. മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. A few moments later. ഞാൻ ഇതൊന്ന് പോസ് ചെയ്യാണ്, കാരണം എൻ്റെ ഫോണിൽ സ്പേസ് കുറവാണ്. ക്വിസ് അങ്ങനെ ഞാൻ ഇവിടെ ഈ ഒരു പെട്ടി ഇവിടെ ഇന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. തമ്പനയിൽ ഞാൻ ഇപ്പൊ വരാം. One, two, three. Kali, Nangali. സോ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്യാം. ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അപ്പത്തെ അമ്മ വിളിച്ചു. സോ അതിൻ്റെ ആ ഒരു പോയിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പാക്കിങ്ങിൽ എന്താ ഉള്ളത് നോക്കാം. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ട്രാൻസ്ഫർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് 24 ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജലാണ്. കുഴപ്പമില്ല, എഴുതിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലറാണ് വാങ്ങിച്ചത്. കാരണം 100 സംതിങ് 200ന്റെ ചോടയും 150ന്റെ ചോടയും എന്തോ ഈ ഒരു തേങ്ങ വരുന്നുള്ളൂ. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഞാൻ മീഡിയം ബീജാണ് എടുത്തത്. ഇത് അഫോർഡബിൾ റേറ്റിന് ഇതേ കിട്ടുള്ളൂ കൺസീലർ. എൻ്റെ കൺസീലർ ആണെങ്കിൽ കൺസീലർ തീർന്നിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഷെയ്ഡ് മാറിയിട്ടുണ്ട്, ഷെയ്ഡ് മാറിയിട്ടുണ്ട്. സോ ഇതായിരുന്നു അടുത്ത ഐറ്റം. പിന്നെ ഞാൻ
സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ കുറേ ആയി വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. മാറ്റ് ബോൾഡ് ലിപ് ലൈനർ ആണ്, ബ്രൗൺ കളറാണ് ഇത് വരുന്നത്. വീഡിയോയിൽ റെഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇത് റെഡ് അല്ല, ഇത് ബ്രൗൺ ആണ് ഗൈസ്, ബ്രൗൺ ആണ്. അടുത്തത് ഇതാണ്. പിന്നെ നൈക്കേനെ പോലെ 3000 റുപ്പീസിന് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. എനിക്കിതൊന്നും മൂക്കിൽ വലിച്ചു നോക്കാൻ പോലും ഇല്ല ഗൈസ്. നിങ്ങളിത് കണ്ടു, ഞാൻ ഏത് ആംഗിളിലേക്കാണ് നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചേരം ഞാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, കുറച്ചേരം ഞാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെനിക്ക് മൂക്കിൽ വലിച്ചു കയറ്റാൻ പോലും ഇല്ല. ഇത് പ്രൈമറാണ്, ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ അതിലെ പിക്ചറിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വലിപ്പമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ചതിക്കപ്പെട്ടു. പിന്നെ ഇതും ഫ്രീ കിട്ടിയതാണ്. ഇത് വന്നിട്ട് ഫേസ് വാഷ് ആണ് ഡോട്ട് ആൻഡ് കീയുടെ. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അത് ഞാൻ സെലക്ട് ചെയ്തൊന്നുമില്ല, അവർക്ക് മനസാക്ഷി പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് മേബിലിൻ്റെ എസെൻഷ്യൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ ഞാൻ പിൻസൈലാണ് വാങ്ങിയത്, അതുകൊണ്ട് റേറ്റ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ കാലത്ത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. പക്ഷെ ഇതല്ല ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചത്. ഞാൻ വാങ്ങണമെന്ന് വെച്ചാൽ ഐക്കോണിക്കിൻ്റെ ലിക്വിഡ് ഹൈലൈറ്റർ ആയിരുന്നു. 4000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് വാങ്ങായിരുന്നു. സോ ഞാൻ 500 ആവും, അങ്ങനെ എന്തോ അതിൻ്റെ റേറ്റ് വരുന്നത്. 600 എന്തോട്ട് പിക്സൈലേക്ക് 400 ആൻഡ് സംതിങ്ങിന് ഈ സാധനം കിട്ടി. ഇത് മേബിലിൻ്റെ തന്നെയാണ്, മാസ്റ്റർ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈലൈറ്ററാണ്. ഇത് ഞാനിങ്ങനെ തിളങ്ങി നടക്കും, അപ്പം ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അടുത്തത് എന്താണെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. മൈ ഗാഡ്, വലിയൊരു പെട്ടി ഷാമ്പു ആണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകും. ടമ്മി വയറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനായ ഞാൻ ബോട്ടോക്സ് ചെയ്ത കാര്യം. സോ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഷാമ്പു ഇട്ടിട്ടില്ല. 1 month ആവാനായി ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട്. അതാണ് ഇപ്പം എൻ്റെ ഒരു ഹെയർ. സോ അവർ പറഞ്ഞത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്ത് അത്യാവശ്യം റിവ്യൂ ഉണ്ടായിരുന്നത് ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ അർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ ഫ്ലേവർ വരുന്ന ഈ ഒരു ഷാമ്പൂവിന് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. നോക്കിയതിന് വെച്ച് ഏറ്റവും നല്ല റിവ്യൂ ഇതിനുണ്ടായിരുന്നു. സോ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യൂ. അടുത്തതെന്താ നമുക്ക് നോക്കാം. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ മേക്കപ്പ് ഫിക്സറാണ്. എല്ലാം കഴിഞ്ഞിട്ട് നല്ല പെയിനാണ്. ഇന്നലെ ലെഗിലായിരുന്നു. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. സോ മേക്കപ്പ് ഒന്നും പോവാതെക്കാനും ലോങ് ലാസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ മറ്റേ മാക്കിൻ്റെ 1600 4000 കൊടുത്തിട്ടൊന്നും നമുക്ക് വാങ്ങിക്കാനുള്ള സാലറി ഒന്നും എനിക്കില്ല. സോ ഞാൻ അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചതാണ് ഇത്. ഞാൻ ഇതിന് മുന്നേ ഒരു 2-3 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെയാണ്, വർത്തായിട്ടാണ് തോന്നുന്നത്. റേറ്റും കുറവാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു മേക്കപ്പ് ഫിക്സർ നിങ്ങളും വാങ്ങിച്ചു ട്രൈ ചെയ്യും. ഓക്കെ, അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺസ്ക്രീനാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അക്വാലോജിക്കാൻ്റെ സൺസ്ക്രീനാണ്. അത് ഓറഞ്ച് ഫ്ലേവറാണ് വരുന്നത്. ഓറഞ്ച് ഞാൻ എപ്പോഴും ഓറഞ്ച് ടാനൊക്കെ അടിച്ച് ഡള്ളായി കിടക്കുന്ന സ്കിൻ ടോണുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ
ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഓറഞ്ച് വിറ്റാമിൻ സി വരുന്ന സൺസ്ക്രീൻ ആയിരിക്കും. കാരണം അപ്പോൾ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഒന്നും കൂടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും, ഒരു ഫെയറൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഞാൻ വാങ്ങിച്ചത് ഡോട്ട് ആൻഡ് കീയുടെ ആണ്. 80 ഗ്രാം ഉണ്ട്. 80 ഗ്രാം ഒട്ടിച്ചോക്കണം. സൺസ്ക്രീന് തീരാനായി പിന്നെ മഴക്കാലമായതുകൊണ്ട് ഞാൻ വാരി പൊത്താറില്ല. പിന്നെ ഞാൻ കെ ബ്യൂട്ടിയുടെ ഒരു മിഡ് നൈറ്റ് വോളിയമൈസിങ് മസ്കാര ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ മസ്കാരയാണ്. അത് പറഞ്ഞാൽ വോളിയമൈസിങ് തന്നെയാണ്. പക്ഷെ അത് വെള്ളമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചാണ്. ഇതും എന്താ പറയുക, ഞാൻ ഇട്ടിട്ട് റിവ്യൂ പറയാം. ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സാധനം കൂടെ ഉണ്ട്, നയിക്കാണ്. ഇത് ഒരു ചുരുട്ടി മുടക്കി ആണ് എനിക്ക് തന്നു വിട്ടത്. ഇതൊരു പീൽ മസാജ് ഇതെന്താ ഷീറ്റ് മാസ്ക് ആണിത്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്. സോ ബർത്ത്ഡേൻ്റെ ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ആ ഫോട്ടോഷൂട്ടിന് മുന്നോടിയായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ മസ്റ്റ് ഹാവ് ആണിത്, മസ്റ്റ് ഹാവ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. പക്ഷേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് കുറച്ചും കൂടി ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ അൺബോക്സ് ചെയ്യാനുണ്ട്. എനിക്കിപ്പോൾ ഈ സാധനങ്ങൾ എനിക്ക് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് സാധനങ്ങളെല്ലാം പുറത്തെടുത്തത്. പിന്നെ പുറത്തെടുക്കാതിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇത് പാർട്ട് 2 പാർട്ട് 3 ആയിട്ടൊന്നും വരുന്നത്. അപ്പം ഈ വേഷത്തിൽ കണ്ട ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല. ഇനി ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് ഇത്രയും വലിയൊരു ബോക്സ് ഞാൻ സാലറി കിട്ടിയപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. ഈ 22 വയസ്സ് വരെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ഗിഫ്റ്റ് ചെയ്തില്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തില്ല. ഞാൻ എനിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നല്ലാതെ ഞാൻ എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഗിഫ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഈ 23-ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നോ വിചാരിച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് കുറച്ച് പേര് ഗിഫ്റ്റ് തന്നിട്ട് ഉണ്ട്. അതൊക്കെ ഓൺ ദി വേ ആണ്. അതും ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു അൺബോക്സിങ് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുക. സോ ഈ കണ്ടിന്യൂസ് ആയിട്ട് അത് നിങ്ങൾ കാണും, പോകരുത്. അടുത്ത വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോ അല്ല, ഇതിൽ തന്നെ ഈ ക്ലിപ്പിൽ തന്നെ ഞാൻ കുത്തിക്കേറ്റിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ പോയി കണ്ടിന്യൂ. അങ്ങനെ ഞാൻ കാത്തിരുന്നു. എൻ്റെ അടുത്ത ഗിഫ്റ്റും കൂടെ വന്നിരിക്കുകയാണ്. സോ നമുക്ക് ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഫാനിൻ്റെ സൗണ്ട് ഉണ്ട്, ഞാൻ ഫാൻ ഓഫ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത അടുത്ത നമ്മളുടെ ഗിഫ്റ്റ് ബോക്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ആ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വന്ന ബോക്സ് ഇതാ ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് എവർ സ്റ്റൈൽസിൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. ബോക്സ് ഇത് എനിക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോകണ്ടേ? നോക്കാതെ ഒരു നമ്മൾ തുറക്കിയത് വിചാരിക്കും. നല്ല പൊക്കിയൊക്കെ ഉള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ്. ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. സോ
ആക്രാന്തം മൂത്തിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഔട്ട്ഫിറ്റ് എടുക്കുന്നുണ്ട്. സോ പിങ്കാണ് എനിക്ക് എടുക്കണം എന്നാഗ്രഹം. സോ ആക്രാന്തം മൂത്ത് ഞാൻ പിങ്ക് ഡ്രസ്സ് കൈ കിട്ടാതെ തന്നെ സാധനം ഓർഡർ ചെയ്തു. ഫസ്റ്റ് ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷെ സാധനം കിട്ടിയില്ല. പറ്റിക്കപ്പെടാൻ പിന്നെ ദേ ഒരു മാല. പക്ഷെ ഞാൻ ആക്രാന്തം കൊണ്ട് ഒരു മാലയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ട്രെൻഡാണല്ലോ വെള്ളമുത്തുമാല. ഞാനൊരു വെള്ളമുത്തുമാലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. വെറും കാശിൻ്റെ കണപ്പ്. പിന്നെ ഒരു ഇയറിങ്സ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. സോ ഇതാണ് എവർ സ്റ്റൈലിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറേ സാധനങ്ങൾ എനിക്ക് റിട്ടേൺ അടിക്കാൻ ഇപ്പം കൈ കിട്ടിയപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ റിട്ടേൺ അടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാം. എൻ്റെ ഫോൺ ഒരു മുതുക്ക് ബോക്സാണ്. ഇത് അൺബോക്സ് ചെയ്യുന്ന ഞാൻ കട്ട് ചെയ്യുന്ന പോർഷനൊക്കെ ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. കാരണം സ്പേസ് കുറവാണ്. വെട്ടിപ്പൊളിക്കാം. അടുത്ത ഒരു ഈ ഒരു ഷൂ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ഫേസ് ഡൗൺ ആവുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. കാരണം ഞാൻ GHA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നായിരുന്നു ഈ ഒരു ഷൂ വാങ്ങിച്ചത്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വാങ്ങിച്ച ഷൂ ആയിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ എല്ലാം അവർ തെറ്റിച്ചു. 1600 രൂപ ഞാൻ അവർക്ക് ആദ്യം അയച്ചു കൊടുത്തിട്ട് 2-3 ദിവസത്തേക്ക് അവരൊരു അഡ്രസ്സും ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ച സമയത്ത് പെൻഡിങ്ങിലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഡേ സ്കിപ്പ് ചെയ്തു. പിന്നെയും ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞു. അവരൊരു വാട്സാപ്പ് നമ്പർ അയച്ചപ്പോൾ അവർ ഞാൻ ഓർഡർ ചെയ്ത ഷൂ ഏകദേശം അതേ മോഡൽ ഷൂ അയച്ചു. ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് സെൻഡ് ചെയ്തത് നൈക്കിൻ്റെ ഫസ്റ്റ് കോപ്പി പോയിട്ട് ഏറ്റവും ലോക്കൽ കോപ്പി ആയിരുന്നു എനിക്ക് തന്നത്. ലാസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കുറേ ചിരിച്ചെടുത്തെങ്കിലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. 1600 രൂപ വെറുതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. ഞാൻ അവരുടെ ടീമായിട്ട് കുറേ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഷൂ റിട്ടേൺ ചെയ്തിട്ട് ഞാൻ മറ്റൊരു ഷൂ വാങ്ങിച്ചു. അതും ഇതേപോലെ തന്നെ അട്ടർ ഫ്ലോപ്പായിരുന്നു. സോ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊക്കെ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യാം.